നമസ്കാരം. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധിയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. എന്തായാലും ഗോപൻ സ്വാമി മരിച്ചതാണോ സമാധിയായതാണോ അതോ മരിച്ചു കഴിഞ്ഞ് മക്കളെടുത്ത് കുഴിച്ചിട്ട് സമാധിയാക്കിയതാണോ എന്നുള്ള ചോദ്യങ്ങൾ നാലുപാടു നിന്നും ഉയരുകയാണ്. ഗോപൻ സ്വാമിയുടെ സമാധിയെ ചൊല്ലിയുള്ള തർക്കവും കുടുംബത്തിന്റെ ആവശ്യവും ഒക്കെ നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കാൻ പോകുന്നു എന്ന ഒരു വാർത്ത പുറത്തു വരികയാണ്. അതായത് സമാധി പൊളിക്കാൻ ജില്ലാ ഭരണകൂടം തയ്യാറെടുക്കുന്നതോടുകൂടിയാണ് കുടുംബത്തിന്റെ ഈ നീക്കം. ഹൈക്കോടതിയിൽ പോയാലും എന്തായാലും ഗോപൻ സ്വാമിയുടെ സമാധി പൊളിക്കാൻ തന്നെ ആയിരിക്കും ഹൈക്കോടതി മിക്കവാറും തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ട് കുടുംബത്തിന്റെ ആവശ്യം എത്ര മാത്രം അംഗീകരിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. നമുക്ക് വാർത്തയിലേക്ക് കടക്കാം. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി പൊളിക്കാനുള്ള നീക്കത്തിനെതിരെ നിയമപരമായി നീങ്ങാൻ പോവുകയാണ് കുടുംബം. സമാധി പൊളിക്കാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനത്തിനെതിരെ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കും. അതേസമയം മരണത്തിൽ ദുരൂഹത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സമാധി പൊളിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പോലീസ്. ഇങ്ങനെ ഗോപൻ സ്വാമിയുടെ സമാധി മാത്രം പൊളിക്കാതിരുന്നാൽ നാട് നീളെ സമാധികൾ ഉയരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആർക്കും ആരെയും കൊന്ന് സമാധിയാക്കി ഇരുത്തി ഇത് സമാധിയായതാണ് എന്ന് പറയാൻ നിയമവ്യവസ്ഥയുള്ള ഒരു രാജ്യത്ത് കഴിയും എന്ന് നമുക്ക് സ്വപ്നത്തിൽ പോലും കരുതാൻ കഴിയില്ല. കാരണം അത്തരം ഒരു സാഹചര്യം അനുവദിക്കുന്നത് വളരെ വലിയ തെറ്റാണ്. പോലീസും ജില്ലാ ഭരണകൂടവും അന്ന് സമാധി പൊളിക്കാൻ വന്ന സമയത്ത് തന്നെ വീട്ടുകാരെ പിടിച്ച് മാറ്റി നിർത്തി സമാധി പൊളിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് സത്യം എന്താണെന്ന് പുറത്തു കൊണ്ടുവരേണ്ടിയിരുന്നു. പക്ഷേ അവിടെ പോലീസും ജില്ലാ ഭരണകൂടവും ഒന്ന് പുറകോട്ട് പോയി. അതിനെതിരെ വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. എന്തായാലും ഗോപൻ സ്വാമി സമാധി ആയതാണ് എന്നാണ് കുടുംബം ആവർത്തിക്കുന്നത്. കുടുംബാംഗങ്ങളുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എന്നതാണ് ഇവിടുത്തെ മറ്റൊരു കാര്യം. സമാധിയായി എന്ന് മക്കൾ പ്രഖ്യാപിച്ചതിന് 3 ദിവസം മുമ്പാണ് ചികിത്സക്കായി ഗോപൻ സ്വാമി ആശുപത്രിയിൽ പോയത്. അച്ഛൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സമാധി ഇരുത്തിയത് എന്ന് മക്കൾ പറഞ്ഞിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 10:30 അച്ഛൻ നടന്നാണ് സമാധി പീഠത്തിൽ ഇരുന്നത് എന്നും തന്നെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നു എന്നുമാണ് പൂജാരിയായ മകൻ രാജശേഖരൻ പറയുന്നത്. നാട്ടുകാര് പക്ഷെ പറയുന്നത് ഗോപൻ സ്വാമി ഏറെ നാളായി കിടപ്പിലായിരുന്നു. ഈ കിടപ്പിലായ ആൾ എങ്ങനെ നടന്ന് സമാധി പീഠത്തിൽ എത്തുമെന്ന ചോദ്യം, നാട്ടുകാരുടെ ചോദ്യം തീർച്ചയായും ന്യായമാണ്. ആരെയും അറിയിക്കാതെ രാത്രിക്ക് രാത്രി സമാധി ബോർഡ് വെച്ച മക്കളുടെ മനസ്സിൽ എന്താണ് എന്ന് നമുക്ക് ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. ഗോപൻ സ്വാമി മരിച്ച ദിവസം 2 പേർ വീട്ടിൽ വന്നിരുന്നു എന്ന മക്കളുടെ മൊഴി കണക്കിലെടുത്തും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വീട്ടിലേക്ക് വന്നു എന്ന് മക്കൾ പറഞ്ഞ 2 പേരെ കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. നെയ്യാറ്റിൻകര പ്ലാവില സ്വദേശികളാണ് വീട്ടിലെത്തിയത് എന്നായിരുന്നു മൊഴി. കുടുംബാംഗങ്ങളിലല്ലാതെ മറ്റാരും വീട്ടിലില്ലായിരുന്നു എന്നാണ് ഇതുവരെ മക്കൾ പറഞ്ഞിരുന്നത്. എന്നാൽ 2 പേർ രാവിലെ വന്ന് ഗോപൻ മരിക്കുന്നതിന് മുൻപ് തിരിച്ചുപോയി എന്നാണ് ഒരു മകൻ മൊഴി നൽകിയിരിക്കുന്നത്. അപ്പൊ മക്കളുടെ മൊഴികളിലും വൈരുദ്ധ്യമുണ്ട്. ഇതൊക്കെ പോലീസ് പരിശോധിക്കുകയാണ്. എന്തായാലും കുടുംബം ഹൈക്കോടതിയിലേക്ക് പോകുന്നു. പക്ഷെ കാര്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത് നിയമവ്യവസ്ഥയുള്ള ഒരു രാജ്യമാണ്. അങ്ങനെ ആർക്കും ആരെയും സമാധി ഇരുത്തി പോകാനൊന്നും കഴിയില്ല. സത്യം എന്താണ് എന്ന് ജനങ്ങൾക്ക് അറിഞ്ഞേ തീരൂ.